പിണറായിൻ്റെ കീഴാള ജീവനക്കാരായിട്ടുള്ള ഗോവിന്ദനും എം വി ജയരാജനും ഒക്കെ പറയുന്നത് ആരെങ്കിലും മുഖവിലേക്കെടുക്കോ? ഇന്ന് പാർട്ടി സെക്രട്ടറി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലും പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജീവിക്കുന്ന ഗതികേടുള്ള ഒരു പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. കേരളത്തിലും സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസം തകർന്നേ പറ്റൂ. ത്രിപുരയിൽ തകർന്നതുപോലെ, ബംഗാളിൽ തകർന്നതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസത്തിന് തകരാൻ ഒരു കാരണഭൂതം വേണമല്ലോ. അത് പറയാത്തിടത്തോളം കാലം കേരളം വിശ്വസിക്കുന്ന കള്ളക്കടത്തുകാരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും സ്പോൺസർ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. കുത്തഴിഞ്ഞ അവസ്ഥ, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നില്ല, സമരം നടക്കുന്നു. വിദേശത്ത് ജപ്പാനിൽ പോയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, എൻ്റെ മോളും കുഞ്ഞുമൊക്കെ ആയിട്ട് പോയിരിക്കുന്നത് മറ്റേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിനെയും കൊണ്ടുപോയിരിക്കുന്ന ടൊയോട്ട കമ്പനിയായിട്ട് ചർച്ച ചെയ്യാനാണ്. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബസമേതമുള്ള വിദേശയാത്ര എന്തുകൊണ്ടാണ് വിവാദ യാത്രയായി മാറിയത്? മുഖ്യമന്ത്രി കുടുംബസമേതം യാത്രയ്ക്ക് പോയത് അതൊരു ഉല്ലാസയാത്ര എന്ന ഉദ്ദേശത്തിലാണോ, അതോ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പരിശോധിക്കാം. എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത് BJP നേതാവ് അഡ്വക്കേറ്റ് S. സുരേഷാണ്. സുരേഷ്, നമസ്കാരം. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മുൻപും മുഖ്യമന്ത്രിമാർ പല കാര്യങ്ങൾക്കും വിദേശത്തേക്ക് പോയിട്ടുണ്ട്, രാജ്യം വിട്ടു നിന്നിട്ടുണ്ട്. അത് ചികിത്സാർത്ഥമായിട്ട് പോയിട്ടുണ്ട്, അല്ലാതെ മറ്റു പല കാര്യങ്ങൾക്കും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത്ര വിവാദത്തിലേക്ക് കടന്നിട്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ പോയത് അത് വലിയ വിവാദമാണ്. എന്തുകൊണ്ടായിരിക്കും അത്? അതിൽ ഒന്ന്, ഈ മുഖ്യമന്ത്രിക്ക് ഈ നാടിനോടുള്ള ഉത്തരവാദിത്വമാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ? ഒന്ന്, 2001 മുതൽ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ നരേന്ദ്രമോദി. 2014 മുതൽ ഈ കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഈ 24 വർഷത്തിനുള്ളിൽ ഒറ്റ ദിവസം പോലും അവധിയെടുക്കാതെ, ഒരു ടൂർ പാക്കേജിലും പോയിട്ടില്ലാതെ, കുടുംബസമേതം വയോവൃദ്ധയായ മാതാവിനോടൊപ്പം പോലും ഒരിടത്തും വിദേശയാത്ര നടത്തിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെടുന്ന ദിവസം പോലും അദ്ദേഹം അവധിയെടുത്തിട്ടില്ല. അപ്പോൾ ഈ പൊതുജീവിതത്തിൽ ലോകത്ത് തന്നെ സമാനതകളില്ലാത്ത സമ്പൂർണ്ണ സമർപ്പിതമായിട്ടുള്ള ഒരു പൊതുജീവിതം നടത്തിയ പ്രധാനമന്ത്രി ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്താണ് ഗവർണറോട് പറയാതെ, തെരഞ്ഞെടുത്ത ജനതയോട് പറയാതെ, ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ പോലും ഒന്ന് കുറിക്കാതെ ദുരൂഹമായിട്ട് മുഖ്യമന്ത്രി, മരുമകൻ ആയിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, മകള്, ഭാര്യ, പേരക്കുട്ടി, പിന്നെ ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയുള്ള ഒരു സംഘം, പിന്നെ ആരൊക്കെയാണെന്ന് പോലും അറിയില്ല, കൂടെ ഉള്ള സംഘാംഗങ്ങൾ ആരൊക്കെയാണെന്ന് അറിയില്ല, എല്ലാവരുമായിട്ട് അങ്ങനെ വിദേശത്ത് പോയിരിക്കുന്ന എവിടെയൊക്കെ. പക്ഷേ ഈ ആരോടും പറയാതെയാണ് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല, പൊതുജനം അറിഞ്ഞിട്ടേ ഇല്ല, മീഡിയ അറിഞ്ഞിട്ടില്ല. പക്ഷേ LDF കൺവീനർ EP ജയരാജനും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ഒക്കെ പറയുന്നത് അങ്ങനെയല്ല, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു തന്നെയാണ് പോയത് എന്നാണ് പറയുന്നത്. പിണറായിൻ്റെ കീഴാള ജീവനക്കാരായിട്ടുള്ള ഗോവിന്ദനും എം വി ജയരാജനും ഒക്കെ പറയുന്നത് ആരെങ്കിലും മുഖവിലേക്കെടുക്കോ? ഇവിടെ പിണറായി വിജയൻ മാത്രമാണ്, ഇവിടെ ചക്രവർത്തിയാണ് പിണറായി വിജയൻ. അത് പാർട്ടിയിലും കേരളത്തിലും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ എം വി ജയരാജന് പറ്റും. എം വി ജയരാജൻ ഇപ്പോൾ അദ്ദേഹം ഒരു പ്രതിസന്ധിയിലായപ്പോൾ രക്ഷിച്ചതിൻ്റെ എന്താ പറയുക, EP ജയരാജൻ ഒരു പ്രതിസന്ധിയിലായപ്പോൾ രക്ഷിച്ചതിൻ്റെ നന്ദി പ്രകടിപ്പിക്കുക. എം വി ഗോവിന്ദൻ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയോ അതോ ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ എന്ന് എം വി ഗോവിന്ദനായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ വ്യക്തമാക്കേണ്ടത്. എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്ന് അച്യുതാനന്ദൻ ഭരിക്കുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറി നയനാരും അല്ലെങ്കിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ആയിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ആ സമയത്തൊക്കെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യപ്രകാരം പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ അധികാര സ്ഥാനത്തിരിക്കുന്നവരെക്കാൾ ഉയരത്തിലായിരുന്നു. ഇന്ന് പാർട്ടി സെക്രട്ടറി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലും പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജീവിക്കുന്ന ഗതികേടുള്ള ഒരു പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയിൽ എം വി ഗോവിന്ദനും ജയരാജനും ഒക്കെ പറയുന്നതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഏമാൻ തീരുമാനിക്കും, ഏമാൻ എന്താണോ തീരുമാനിച്ച് നടപ്പാക്കുന്നത് അത് ഏമാൻ്റെ ഭാര്യയ്ക്കറിയാം, ഏമാൻ്റെ മകൾക്കറിയാം, ഏമാൻ്റെ മരുമകനറിയാം. ബാക്കിയുള്ളവരെല്ലാം അവർ ചെയ്യുന്ന പ്രവൃത്തി വെച്ചിട്ട് ജനങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടോളണം, തടി തപ്പിക്കൊള്ളണം. ആ തടിതപ്പൽ രാഷ്ട്രീയമാണ് എം വി ഗോവിന്ദൻ്റെയും ജയരാജൻ്റെയും രാഷ്ട്രീയം. ഇതാണ് ഇന്നത്തെ CPM.
ഞങ്ങൾ ശ്രീ വി മുരളീധരനാണ് ഈ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യിപ്പിക്കാൻ വേണ്ടി വി മുരളീധരൻ വളരെ വ്യക്തമായി തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രക്കാരോട് ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് 19 ദിവസം മുഖ്യമന്ത്രി ദുരൂഹമായ രീതിയിൽ നാട് വിട്ടു പോയിരിക്കുന്നു, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് കേരളം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖത്തു നോക്കി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു. ആ ചോദിച്ചതിന് ശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത്. അതുവരെ സ്വകാര്യതയല്ലേ, മുഖ്യമന്ത്രി അങ്ങനെ പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞു, പക്ഷെ ഞങ്ങൾ ചർച്ച ആക്കാതിരിക്കുകയാണ്. എന്തോ ഒരു വലിയ എന്താ പറയുക ഔദാര്യം, ഇന്ത്യൻ ജനാധിപത്യത്തെ എന്തോ ഒരു ഔദാര്യം ചെയ്തു കൊടുത്ത പ്രതീതിയിലായിരുന്നു കേരളത്തിലെ മാധ്യമ സിംഹങ്ങളൊക്കെ. അവസാനം വി മുരളീധരൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ചർച്ചയാക്കുന്നില്ല? ഈ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി 19 ദിവസം സകുടുംബം ഉല്ലാസയാത്രയിലാണ്. അദ്ദേഹം ബീച്ച് ടൂറിസത്തിന് പോയിരിക്കുകയാണ്. ഈ കേരളത്തിലെ ജനത ഉഷ്ണക്കാറ്റേറ്റ് മരിച്ചു വീഴേ, തെരുവിലും പാടത്തും പറമ്പത്തും കേരളത്തിലെ ജനത ചരിത്രത്തിലാദ്യമായി ഉഷ്ണക്കാറ്റേറ്റ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ റോഡുകൾ, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ റോഡുകൾ മുഴുവൻ കുത്തിക്കുഴിച്ച് മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റാത്ത ദുരന്തം സംഭാവന ചെയ്തിരിക്കുന്ന മന്ത്രിയുടെ പേര് റിയാസ് എന്നാണ്. ഈ കേരളത്തിലെയും തിരുവനന്തപുരത്തുകാരെയും മുഴുവൻ ഈ ദുരന്തത്തിലാക്കിയിട്ട് അദ്ദേഹം ഉല്ലാസയാത്രയില്ല, ബീച്ചുകളിലും റിസോർട്ടുകളിലും ചെന്ന് താമസിക്കുക. അപ്പോൾ ഇത് എത്രത്തോളം ക്രൂരമാണ്. ഈ പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രി ആക്കി എന്നതിൻ്റെ പേരിൽ ഈ പിണറായി വിജയൻ ഈ കേരളത്തിലെ ജനതയോട് ഈ ക്രൂരത കാണിക്കുന്നത് എന്തിനാ? അതിപ്പോൾ ഈ ക്രൂരത മുഖ്യമന്ത്രി ഇപ്പോൾ സംസ്ഥാനത്തുണ്ടെങ്കിലും ആ ക്രൂരത തുടർന്നുകൊണ്ടേയിരിക്കും, അതിൽ തർക്കമൊന്നുമില്ല. അതിനിപ്പോൾ അദ്ദേഹം ഇവിടെ വേണമെന്നില്ല, എവിടെയായാലും ആ ക്രൂരതയുണ്ട്. ഒപ്പം ജനങ്ങളോടില്ല പ്രതിബദ്ധത, പക്ഷേ സ്വന്തം പാർട്ടിയോടെങ്കിലും വേണമല്ലോ. തെരഞ്ഞെടുപ്പ് അവസാനിച്ചിട്ടൊന്നുമില്ല, ഓരോ ഘട്ടമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ 3 ഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ പ്രചാരണത്തിലൊക്കെ ഇവർ മുന്നിട്ട് നിന്നിരുന്നത്. ഇവർ പോകേണ്ട പല സംസ്ഥാനങ്ങളുമുണ്ട് ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാൻ, ഇല്ലേ? അതിനു പോലും ഇടം നിന്നു കൊടുക്കാതെയാണ് രാജ്യം വിട്ട് പോയിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചില്ലേ മായ? ഈ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യത്തിന്റെ അർത്ഥശൂന്യത നന്നായിട്ട് മനസ്സിലാവുന്ന ആളാണ് പിണറായി വിജയൻ. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഇടതില്ലാത്ത ഇന്ത്യയാണുള്ളത്. ഒരു കാലത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും ഇടത് തലച്ചോറുകളായിരുന്നു ഇന്ത്യയെ നയിച്ചുകൊണ്ടിരുന്നത്. ജവഹർലാൽ നെഹ്റു മുതൽ അവസാനം മൻമോഹൻ സിംഗ് വരെ ഉള്ള സമയത്തും ഇടത് തലച്ചോറുകളായിരുന്നു ഇന്ത്യയെ നയിച്ചുകൊണ്ടിരുന്നത്. നരേന്ദ്രമോദി വന്നതിന് ശേഷം തലച്ചോറ് ഇടതിൻ്റേത് ആവശ്യമില്ല ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ. ചൈനയുടെയും റഷ്യയുടെയും തലച്ചോറ് ഇന്ത്യക്ക് ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയ ഒരു ഇൻ്റലക്ച്വൽ മേഖലയിൽ ഒരു വലിയ മാറ്റം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇടതില്ലാത്ത ഇന്ത്യയാണ് നിലനിൽക്കുന്ന ഇന്ത്യ. അത് പിണറായി വിജയൻ അറിയാം. കാരണം പിണറായി വിജയൻ എവിടെയെങ്കിലും പ്രചരണത്തിന് പിണറായി വിജയൻ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ബീച്ചിൽ പോയാലും തെരഞ്ഞെടുപ്പിൽ പോയാലും പ്രത്യേകിച്ചൊന്നുമില്ല, ബീച്ചിലെങ്കിലും പോയി ഭാര്യയോടും മക്കളോടൊപ്പമൊക്കെ നിൽക്കാം എന്ന് തോന്നിയിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM-നോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലാക്കിക്കുന്നു. ഇനി ബീച്ചിൽ പോകാതെ തിരുവനന്തപുരത്ത് ഇരുന്നിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടും തനിക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിട്ടും തനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. തനിക്ക് ഈ നാട്ടിൽ ചെയ്യാനുള്ള കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി ഈ ദ്രോഹം എത്ര ദിവസം കൂടെ തുടരാൻ കേരളം അനുവദിക്കുന്നു അത്രയും ദിവസം സുഖിച്ച് ജീവിക്കാം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു പിണറായി വിജയനാണ് നമ്മൾ കാണുന്നത്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ മാസം വരെ, മാർച്ച് മാസം വരെ ഈ രാജ്യത്ത് പൈസ എടുക്കാനില്ലാത്തൊരു കേരളമായിരുന്നു. ഇപ്പോൾ ഈ മാർച്ച് കഴിഞ്ഞ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ പണം കുറച്ച് വന്നതിൻ്റെ ഒരു അർമാദിപ്പാണിത്. ഇത് 2-3 മാസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പണം മുഴുവൻ തീരും. ഈ കേരളത്തിൽ ഇനി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനില്ല, പെൻഷൻ കൊടുക്കാനില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ല. ഇവിടുത്തെ ഈ സാധാരണ ഈ സെക്രട്ടേറിയറ്റിലെ പേപ്പർ പോലും വാങ്ങാൻ പണമില്ലാത്ത ഗതികേടിലേക്കാണ് കേരളം പോകുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ഒരു ഉത്കണ്ഠയില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഉത്കണ്ഠയില്ലാതെ ഇങ്ങനെ സുഖവാസത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന
ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ കേരളത്തിലൊരു അപമാനമാണ്. ഇത് CPM-കാർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. CPM-ഉം ഇന്ന് പിണറായി വിജയനിലൊന്നും വലിയ സഖാക്കന്മാർക്ക്, സാധാരണ സഖാക്കന്മാർക്ക് പിണറായി വിജയനിലുള്ള എല്ലാ പ്രതീക്ഷയും പോയി. ഒരു കാലത്ത് ആദർശത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു പിണറായി വിജയൻ. ഇന്ന് ആഡംബരത്തിൻ്റെയും അതോടൊപ്പം തന്നെ അഴിമതിയുടെയും ആൾരൂപമായിട്ട് അദ്ദേഹം പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാർക്സ് പറഞ്ഞിട്ടുണ്ടല്ലോ, മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ എന്ന്. ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശത്തിന്റെ ആൾരൂപമായിരുന്ന പിണറായി വിജയൻ അഴിമതിയുടെയും ആഡംബരത്തിന്റെയും ആൾരൂപമായിട്ട് മാറുന്ന ആ മാറ്റം ഉണ്ടല്ലോ, അത് പണ്ട് മുതലേ കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ അവിടെയുള്ള എല്ലാ സഖാക്കന്മാർക്കും, അത് അങ്ങ് റഷ്യ മുതൽ ക്രൂഷ്ചേവോ ചെഷസ്ക്യോ മുതൽ എല്ലാവരും ഇതേപോലെ കാലഘട്ടത്തിനനുസരിച്ച് മാറി ആഡംബരത്തിൻ്റെയും അഴിമതിയുടെയും കമ്മ്യൂണിസ്റ്റ് അവതാരങ്ങളായിട്ട് മാറുന്ന ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് അധപ്പതനത്തിൻ്റെ ചരിത്രം. അപ്പോൾ അതുപോലെ കേരളത്തിലും സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസം തകർന്നേ പറ്റൂ. ത്രിപുരയിൽ തകർന്നതുപോലെ, ബംഗാളിൽ തകർന്നതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസത്തിന് തകരാൻ ഒരു കാരണഭൂതം വേണമല്ലോ. ആ കാരണഭൂതൻ്റെ പേരാണ് പിണറായി വിജയൻ. ശരി, ഈ സമയം തന്നെ തെരഞ്ഞെടുത്തതിന് പിന്നിലും കാര്യമുണ്ടെന്ന് തോന്നുന്നു ഈ യാത്രയ്ക്ക്. എന്നുവെച്ചാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടില്ല. ഇപ്പോൾ പോകുന്ന രാജ്യങ്ങളിൽ ഇവർക്ക് വേണ്ടപ്പെട്ട കുറേ പരിചാരകരുണ്ട്, അവിടെയും കുറേ സ്പോൺസർമാരും ഒക്കെയുണ്ട്. അവരുടെ ഒക്കെ മുന്നിൽ പറയാം 20-ൽ 20 ഞങ്ങൾക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പോൾ. അതേസമയം ജൂൺ 4-ന് ശേഷമാണ് ഈ യാത്ര എങ്കിൽ അത് അത്ര എളുപ്പമാവില്ല, ആരും വിലവെക്കില്ല. ജൂൺ 4-ന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 4-ന് താഴേക്ക് പാർലമെന്റിൽ അംഗബലം എത്തുന്ന ഒരു പാർട്ടിയായിട്ട് മാറും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് പോകുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ പോകുന്നതല്ലേ? നല്ലത് ഇപ്പം പോകുന്നതാണ്. അത് ആ തീരുമാനം പിണറായി വിജയന്റെ അപൂർവമായിട്ടാണെങ്കിലും അദ്ദേഹം ബുദ്ധി കൊണ്ട് ചെയ്തൊരു തീരുമാനമായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ നമ്മളൊന്ന് കാണേണ്ടത്, പിണറായി വിജയൻ എനിക്ക് തോന്നുന്നത് 19ാമത്തെ വിദേശയാത്രയാണ് മുഖ്യമന്ത്രിയായ ശേഷം. അതിൽ 2 പ്രാവശ്യം അദ്ദേഹം ചികിത്സയ്ക്കാണ് പോയത്. ഒരു 3 പ്രാവശ്യം അദ്ദേഹം പോയിരിക്കുന്നത് ഔദ്യോഗിക യാത്രയാണ്. ബാക്കി 14 പ്രാവശ്യം അദ്ദേഹം പോയിരിക്കുന്നത് സ്വകാര്യ യാത്രകളാണ്. ഈ സ്വകാര്യ യാത്രകൾ ലോകത്ത് എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയിൽ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമല്ല, ദുബായിയാണ്. ദുബായ് ആസ്ഥാനമായിട്ടുള്ള ഒരു കച്ചവട സംഘമാണ് പിണറായി വിജയനെ ഇന്ന് കേരളത്തിൽ സ്പോൺസർ ചെയ്യുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഈ ദുബായ് ആസ്ഥാനമായിട്ടുള്ള വൃക്ക കച്ചവടക്കാരുടെയും ലോട്ടറി കച്ചവടക്കാരുടെയും കള്ളക്കടത്തുകാരുടെയും ഈ ഡോളർ കടത്തുകാരുടെയും സ്വർണ്ണക്കടത്തുകാരുടെയും ഒക്കെ ഒരു സംഘത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ ജീവിക്കുന്ന ആളാണോ പിണറായി വിജയൻ എന്ന് സംശയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. അപ്പോൾ ഇദ്ദേഹം എവിടെ പോയാലും ദുബായിൽ തൊടും, എന്നിട്ട് ദുബായിൽ നിന്ന് പോകും, തിരിച്ചു വരുന്ന വഴിയിൽ ദുബായിൽ ഇറങ്ങും, ദുബായിൽ ദുരൂഹമായ കുറച്ച് ദിവസം ചെലവഴിക്കും. ഇതാണ് ഒന്ന്. അപ്പോൾ ഈ 5 യാത്രയിൽ 19-ന് 5 യാത്രയ്ക്ക് എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കണക്കുണ്ട്. 35 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു ചെലവഴിച്ചിട്ടുള്ളത് ഈ 5 യാത്രയ്ക്ക്. പക്ഷെ 14 യാത്രയ്ക്ക് അദ്ദേഹം എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് പോലും അറിയില്ല, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിനും അറിയില്ല, MV ഗോവിന്ദനും അറിയില്ല, ജയരാജനും അറിയില്ല. അല്ല, അതിൽ ഒരു രസകരമായ കാര്യം, ഇപ്പോൾ നമ്മൾ വിവരാവകാശം ആവശ്യപ്പെട്ടല്ല, അവിടെ നിന്ന് പോലും കിട്ടുന്നില്ല. വിവരാവകാശം ആവശ്യപ്പെട്ടാൽ കിട്ടില്ല, നിയമസഭയിൽ MLA-മാർ ചോദ്യം ചോദിച്ചാൽ കിട്ടില്ല. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ സ്വയം ഞാൻ സത്യസന്ധനാണ്, ഞാൻ തുറന്ന പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരിടത്തും തുറന്നു പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത് ദുരൂഹമാണ്. അപ്പോൾ ഇത്രയും യാത്രകൾ, 14 വിദേശ യാത്രകൾ, അത് അദ്ദേഹം എവിടെ നിന്ന് പൈസ കണ്ടെത്തി? സാധാരണ നിലയിൽ പിണറായി വിജയനും ഈ സകുടുംബം കുഞ്ഞും കുട്ടി പരാധീനത സർവ്വതുമായിട്ട് പോകാൻ പിണറായി വിജയന് കയ്യിൽ കാശില്ല. അദ്ദേഹം ടാക്സ് കൊടുക്കുന്നതിലോ അദ്ദേഹം ഡിക്ലെയർഡ് ആയിട്ടുള്ള അസറ്റിലോ അദ്ദേഹത്തിന് ഇതിന് പോകാനുള്ള കാശില്ല. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോ സ്പോൺസർ ചെയ്യുന്നു. ഞാൻ പറയുന്നു ഇത് കള്ളക്കടത്തുകാരും സ്വർണ്ണക്കടത്തുകാരുമാണെന്ന് പറയുന്നു. ഞാൻ പറയുന്നത് തിരുത്താം. അത് തിരുത്താൻ യോഗ്യനായിട്ടുള്ള ആളാരാണ്? സാക്ഷാൽ പിണറായി വിജയൻ. അല്ല, എന്നെ കള്ളക്കടത്തുകാരനല്ല സ്പോൺസർ ചെയ്യുന്നത്, എന്നെ സ്വർണ്ണക്കടത്തുകാരനല്ല സ്പോൺസർ ചെയ്യുന്നത്, എന്നെ വൃക്ക കച്ചവടക്കാരനല്ല സ്പോൺസർ ചെയ്യുന്നത്. എന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇന്ന ആൾക്കാരാണ്, മലയാളി സംഘടനയാണ്, എൻ്റെ സഖാക്കന്മാരാണ്, എൻ്റെ ഇന്ന സഖാവാണ്, എൻ്റെ ഇന്ന പാർട്ടി ഘടകമാണ്
എന്നെ സ്പോൺസർ ചെയ്യിക്കുന്നു പറഞ്ഞോട്ടെ. അത് പറയാത്തിടത്തോളം കാലം കേരളം വിശ്വസിക്കുന്നു കള്ളക്കടത്തുകാരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും സ്പോൺസർ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് എന്നെ പോലെയുള്ള സാധാരണ ജനത ധരിച്ചാൽ ഞങ്ങളെ തെറ്റു പറയാൻ പറ്റില്ല. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്, ഇപ്പോൾ എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം സാധാരണ പറയുന്നത് പോലെ പറഞ്ഞ വിഡിതങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ വിദേശ യാത്രയൊക്കെ എന്ന് പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ആഗോളതാപനത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടു. ആഗോളതാപനം കൊണ്ട് സ്വന്തം നാട്ടിലെ സഖാക്കന്മാരും മലയാളികളും മരിച്ചു വീഴുമ്പോൾ ആഗോളതാപനത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പിണറായി വിജയൻ ഈ സമയത്ത് എന്താ പറയുക, ബീച്ച് ടൂറിസത്തിന് വേണ്ടി വില്ലകളിൽ കിടന്ന് കുളിച്ചു കൂത്താടി ഉല്ലസിക്കാൻ പോയിരിക്കുന്നു എന്നൊക്കെ പറയാൻ ഒരു നാണവും മാനവും ഉളുപ്പുമില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റ് ജന്മങ്ങളുണ്ടല്ലോ. ഈ ജന്മങ്ങൾ ഇന്ന് സഹതാപം അർഹിക്കുന്ന അപൂർവ ജീവികളായിട്ട് കേരളത്തിൽ അതപ്പതിക്കുക. എം വി ഗോവിന്ദൻ്റെയൊക്കെ മുഖം കാണുമ്പോൾ തന്നെ ആൾക്കാർ വളരെ എന്താ പറയുക സഹതാപത്തോടു കൂടിയാണ് കാണിക്കും. ഇതൊക്കെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് നടക്കുന്നല്ലോ എന്നൊരു സഹതാപമാണ്, സഹതാപവും പുച്ഛവുമാണ് ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ കാണുമ്പോൾ ഇന്ന് കേരളത്തിൻ്റെ പൊതു മനസ്സിലുള്ളത്. മനസ്സിലായില്ലേ? അപ്പം എൻ്റെ പോയിന്റ്, ഈ പിണറായി വിജയൻ 82 വിദേശ യാത്രകൾ കേരളത്തിലെ മന്ത്രിമാർ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും മരുമകനും അമ്മായിയപ്പനും മാത്രമല്ല. ഞാനിപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചർമാർ നടത്തുന്നൊരു സമരമുണ്ട്. അവരുടെ ആ സമരത്തിൽ പങ്കെടുത്തു. ആ സമരത്തിൽ പങ്കെടുത്തപ്പോൾ അവർ പറയുന്നത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി വിദേശത്താ, ഗണേശനും വിദേശത്താ. അപ്പോൾ ഇതൊക്കെ ആരൊക്കെ വിദേശത്തുണ്ടെന്നും ഇനി കണ്ടുപിടിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കിറ്റക്സിന്റെ മുതലാളി സാബു കുമാർ വിദേശത്താണെന്നുള്ള കാര്യം കേട്ടില്ല കേട്ടോ. അതിപ്പോ ഞാൻ ആ യോഗത്തിൽ പോയപ്പോ അവിടുത്തെ ആൾക്കാർ പ്രസംഗിക്കുന്നത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, എനിക്കും അറിയില്ല. അപ്പൊ ഗണേശും ഇതെല്ലാം അലങ്കോലാക്കിയിട്ട് വിദേശത്തെ യാത്രയിലാണെന്നാണ് അവർ പറയുന്നത്. അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഗണേഷ് കുമാർ കൃത്യമായി മറുപടി പറയേണ്ട ഒരു കാര്യം തലസ്ഥാനത്ത് നടന്നതാ ഒരാഴ്ച മുമ്പ്. ഒരു KSRTC കണ്ടക്ടറും ഡ്രൈവറും നമ്മുടെ മേയറും തമ്മിൽ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകേണ്ട KSRTCയുടെ ചുമതലയും ഒക്കെയുള്ള ഗതാഗത മന്ത്രി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പോൾ വിദേശത്താണല്ലേ എന്നാണ് ഇന്ന് കേട്ടത്. അത് മാത്രമല്ല, ഇപ്പം മേയർ കുട്ടിയുടെ അഭ്യാസ പ്രകടനത്തിന് ഉത്തരം പറഞ്ഞില്ല എന്നുള്ള ഒരു വശം. ഇവിടെ 15 ലക്ഷം യുവാക്കളുടെ വണ്ടിയുടെ RC ബുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കൊടുക്കുന്നില്ല, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നില്ല, ലൈസൻസ് 4.5 ലക്ഷം വരുന്ന യുവാക്കൾ അവരുടെയൊക്കെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ടുള്ള സാധനമാണ് ഈ ലൈസൻസ്. അത് കൊടുക്കുന്നില്ല. കുത്തഴിഞ്ഞ അവസ്ഥ. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നില്ല, സമരം നടക്കുന്നു. വിദേശത്താ. ഇദ്ദേഹം എന്ന് വരും എന്ന് വല്ല ആർക്കറിയാം? കാര്യം അറിയും. ഇപ്പൊ മുഖ്യമന്ത്രി എന്ത് വരും അറിയില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് പിന്നെ ഒരു ദിവസം പറയുന്നുണ്ട്, 21-ാം തീയതി 19 ദിവസമോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൽ ദുബായിൽ എത്ര ദിവസം ചെലവഴിക്കും അറിയില്ല. ഈ മുഖ്യമന്ത്രി എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് കേരളം അറിയണ്ടേ? മുഖ്യമന്ത്രി ആര് സ്പോൺസർ ചെയ്യുന്നു എന്ന് കേരളം അറിയണ്ടേ? ഇനി മുഖ്യമന്ത്രി പൊക്കോട്ടെ, ഈ മുഖ്യമന്ത്രി ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ ഈ പൊതുസമൂഹത്തിനൊരു ധാരണയുണ്ടല്ലോ ഒരു മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റിന് വേണമെന്നുള്ള. ഇപ്പൊ ഇന്നത്തെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചിരിക്കുന്നു. കാരണം എന്താ? മുഖ്യമന്ത്രി ബീച്ച് റിസോർട്ടിലാണ്. മുഖ്യമന്ത്രി ബീച്ച് ടൂറിസത്തിന് പോയിരിക്കുന്നത് കാരണം കേരളത്തിലെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചിരിക്കുന്നു. ഓൺലൈൻ വഴി ഉണ്ടാവുന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്, പക്ഷെ അതുമില്ല. മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചു. എന്തുകൊണ്ട് പിണറായി വിജയന് തൻ്റെ സഖാക്കന്മാരിൽ ആർക്കെങ്കിലും ഒരാളിന് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം 10 ദിവസത്തേക്ക് കൊടുത്തുകൂടാ? പേടിയാണ്. എന്തുകൊണ്ട് റിയാസിന് അമ്മായിയപ്പൻ സ്ത്രീധനമായി തന്ന മന്ത്രിസ്ഥാനം ഒരു 10 ദിവസത്തേക്ക് മറ്റൊരാളിന് കൊടുത്തുകൂടാ? ഇവരെന്താ ധരിച്ചു വെച്ചിരിക്കുക? ഇവർ തമ്പ്രാക്കന്മാരാണ്. തമ്പ്രാക്കന്മാർക്ക് ഇങ്ങനെയാണല്ലോ, രാജവംശത്തിന് പരമ്പരാഗതമായി കിട്ടുന്ന രാജാവിൻ്റെ സ്ഥാനം വേറെ ആർക്കും പകരം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പരമ്പരാഗതമായിട്ട് കിട്ടിയ തമ്പ്രാന്മാരാണോ? ഇവരുടെ തലപ്പത്തുള്ള പൊളിറ്റ് ബ്യൂറോ ഉണ്ടല്ലോ, അതാണല്ലോ തലപ്പത്ത് എന്ന് പറയുന്നത്. അവിടെയുള്ളവർ പോലും വന്ന് വണങ്ങുകയാണ് പിണറായി വിജയനെ. അച്യുതാനന്ദൻ വിദേശത്ത് പോയ സമയത്ത് പകരം സംവിധാനം ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പകരക്കാരനുണ്ടായിരുന്നു. നയനാർ പോയ സമയത്തുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോലും പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിമാർ വിദേശത്ത് ഒക്കെ പോകുന്ന സമയത്തും അതുപോലെ തന്നെ ചികിത്സയ്ക്കൊക്കെ പോകുന്ന സമയത്തും പകരം മുഖ്യമന്ത്രിയുടെ ചുമതല നിശ്ചയിച്ചിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കെ ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് വേറെ ആളിനെ ഏൽപ്പിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ്റെ തമ്പ്രാൻ യുഗം വരുന്നതിന് മുമ്പ്
ഈ കീഴ്വഴക്കങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ നട്ടലുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. എം വി ഗോവിന്ദനും ജയരാജന്മാർ യെച്ചൂരിയൊക്കെ പിണറായി വിജയൻ്റെ പേഴ്സണൽ സെക്രട്ടറിമാരായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടുന്ന ഒരു ദുരന്തമാണ്. അതിനെക്കുറിച്ച് നമ്മൾ അത് ആ പാർട്ടിയുടെ കാര്യമാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പുണ്ട്, അത് കൈകാര്യം ചെയ്യുന്ന ചില ആളുകളുണ്ട്, പല ദുരൂഹതകളുമുണ്ട്. അത് കേൾക്കുന്നില്ലേ? ഇവിടെ ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ? ഇവിടെ ഒരു കൊട്ടേഷൻ സംഘമല്ലേ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഈ കൊട്ടേഷൻ സംഘം പറയുന്നതിനനുസരിച്ചല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്. അത് പാർട്ടിയുടെ ചില ആൾക്കാരും അതോടൊപ്പം തന്നെ ഇത് പുറത്തുള്ള ഈ അധികാര സ്ഥാനങ്ങൾക്ക് പുറത്ത്, ഈ ഔദ്യോഗിക സ്ഥാനങ്ങൾക്ക് പുറത്തേക്കുന്ന ചില ആൾക്കാരാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത്. അത് ഈ കേരളത്തിൻ്റെ മറ്റൊരു ദയനീയ അവസ്ഥയാണ്. അപ്പോൾ ഇതിൽ നമ്മളൊന്ന് കാണേണ്ടത്, ഇവിടെ 82 പ്രാവശ്യം ഇവിടുത്തെ മന്ത്രിമാർ വിദേശയാത്ര നടത്തി. കേരളത്തിന് എന്ത് കിട്ടി നമ്മൾ കാണേണ്ടതല്ലേ? ഇവിടെ ഞാൻ ഒരു കണക്ക് പറയാം, അത് വളരെ രസമാണ്. ഇദ്ദേഹം ഈ നമ്മുടെ മുഖ്യമന്ത്രി USA 5 പ്രാവശ്യം പോയി, അമേരിക്കയിൽ ചികിത്സാർത്ഥം കൂടിയാണ്. ഇവിടെ ദുബായിൽ മാത്രമായിട്ട് 5 പ്രാവശ്യം പോയി. പിന്നെ ഈ നേരത്തെ പറഞ്ഞ 19 യാത്രയിൽ എല്ലാ പ്രാവശ്യവും ദുബായിൽ തൊട്ടിട്ടുണ്ട്. ലണ്ടനിൽ 2 പ്രാവശ്യം പോയി. ഒന്ന് മസാല ബോണ്ടിന്റെ തട്ടിപ്പ് നടത്താൻ അവിടെ ചെന്ന് ഈ ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ സാമ്രാജ്യത്വ ശക്തികൾക്ക് മണിയടിക്കാൻ നാണവും മാനവും ഇല്ലാത്തൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ ഗതികേടാണ്. അപ്പോൾ അവിടെ ചെന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെന്ന് മസാല ബോണ്ടിന്റെ മണിയടിക്കാൻ ഇദ്ദേഹം പോയി. അങ്ങനെ 2 പ്രാവശ്യം പോയി. പിന്നെ പോയത് ബഹ്റിൻ, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ, നോർവേ. ഇവിടെയൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി കറങ്ങിയിരിക്കുന്നത്. ഇവിടെ നിന്ന് എന്ത് കൊണ്ടുവന്നു? ഇന്ന് ഇന്ത്യയിൽ വിദേശ നാണ്യം ഒരു നയാ പൈസ പോലും വന്നിട്ടില്ലാത്ത ഏക സംസ്ഥാനം കേരളമാണ്. നയാ പൈസയുടെ വിദേശ നാണ്യം കേരളത്തിൽ വന്നിട്ടില്ല. ഒരു 100 കോടി രൂപയുടെ വിദേശ നാണ്യം ഈ മന്ത്രിമാർ ഇവരെല്ലാം കൂടെ യാത്ര ചെയ്ത് 100 കോടിയിലേറെ രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. 100 കോടി രൂപയുടെ വിദേശ നാണ്യം ഈ കേരളത്തിൽ കൊണ്ടുവരാൻ ഈ 82 യാത്ര നടത്തിയ ഒരു കേരളത്തിലെ മന്ത്രിക്ക് സാധിച്ചിട്ടില്ല. 19 യാത്ര നടത്തിയ പിണറായി വിജയന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മൾ കാണണം, ജപ്പാനിൽ പോയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു തോഷിബ എന്ന് പറയുന്ന കമ്പനിയുടെ ബാറ്ററി ചാർജിങ് യൂണിറ്റ് കേരളത്തിലുണ്ടാക്കുന്നു. തമാശകളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് ജപ്പാനിൽ പോയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, എൻ്റെ മോളും കുഞ്ഞുമൊക്കെ ആയിട്ട് പോയിരിക്കുന്നത് മറ്റേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിനെയും കൊണ്ടുപോയിരിക്കുന്ന ടൊയോട്ട കമ്പനിയായിട്ട് ചർച്ച ചെയ്യാനാണ്. ടൊയോട്ട കമ്പനിയുടെ ഹൈഡ്രജൻ ഇന്ധന യൂണിറ്റ് കേരളത്തിൽ. നമ്മളൊന്ന് ഇത് എന്തൊക്കെയാണ് നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടൊയോട്ട കമ്പനിയുടെ ഹൈഡ്രജൻ യൂണിറ്റും വന്നില്ല. അതോടൊപ്പം തന്നെ ഈ തോഷിബയുടെ ബാറ്ററി ചാർജിങ് യൂണിറ്റും കേരളം ഇതുവരെ കണ്ടിട്ടില്ല. ആകെ നമ്മളിപ്പോഴും എവറടി ബാറ്ററി മറ്റേ ബാറ്ററിക്കേ ഉള്ളൂ. തോഷിബയുടെ ബാറ്ററി ഒന്നും ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇനി നെതർലാൻഡിൽ പോയപ്പോഴാണ് റൂം ഫോർ റിവർ. എന്ത് മനോഹരമായ സ്വപ്നം! ഇത് എവിടെ? ഞാൻ ഈ നമുക്ക് ഇതൊക്കെ ഇത്രയും വലിയ തമാശക്കാർ ജഗതിയും ഒക്കെ ജഗതിയുടെയൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ കേരളത്തിലെ ഏറ്റവും വലിയ തമാശക്കാരനായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാറുന്നതാണ് ഈ സംഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. ഇനി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത് സുഖവാസത്തിനല്ലാതെ മോളെയും ഭാര്യയെയും സുഖിപ്പിക്കാനും അവർക്ക് ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കാൻ തൻ്റെ മുഖ്യമന്ത്രിയുടെ ഇതെല്ലാം ആഡംബരം മുഴുവൻ വെച്ച് ഭാര്യയെയും മകളെയും വേണമെങ്കിൽ മരുമകനെയും ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യത്തിനപ്പുറം ഈ കേരളത്തിലേക്ക് നയാ പൈസ കൊണ്ടുവരാൻ ഇന്നേ വരെ ഇത്രയും കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. സംസ്ഥാനത്തിന് വേണ്ടി പൈസ സംഘടിപ്പിക്കില്ല, പാർട്ടിക്ക് വേണ്ടി ഫണ്ട് സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ യാത്രയിൽ ഉണ്ടാവില്ലേ? ആണല്ലോ. ഈ ദുബായ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ലല്ലോ. ഈ ദുബായ് കേന്ദ്രീകരിച്ച് ആണ് ഈ കേരളത്തിൽ ഈ പല തട്ടിപ്പുകളും, ആ തട്ടിപ്പുകളുടെ കറുത്ത പണം വെളുത്ത പണമാകുന്നതും, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കാത്ത പലതും
NRI ട്രാൻസാക്ഷൻ വഴി ട്രാൻസാക്ഷൻ നടത്തിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ചില പ്രക്രിയകളൊക്കെ നടക്കുന്നത് ദുബായ് കേന്ദ്രീകരിച്ചാണ്. ദുബായിൽ അതിനുവേണ്ടി NRI അക്കൗണ്ടും സംവിധാനങ്ങളുള്ള മകനുണ്ട്. അതെല്ലാം മകൻ്റെ വീട്ടിലാണ് കുറച്ച് ദിവസം താമസിക്കുന്നതെന്നാണ്. മകൻ്റെ അമ്മായിയപ്പനാണ് ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ AI ക്യാമറ എന്ന് പറഞ്ഞാൽ അമ്മായിയപ്പൻ്റെ ഇൻ്റലിജൻസിൻ്റെ ക്യാമറയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല. അപ്പോൾ അമ്മായിയപ്പന് കേരളത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ മുഴുവൻ വിറ്റു. മകൻ അവിടെ താമസിക്കുന്നു ദുബായി. അപ്പോൾ ഇതൊക്കെ ഒരു സാമ്പത്തിക തട്ടിപ്പുകളുടെ ചില സങ്കേതങ്ങളാണ്. ഈ സങ്കേതങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് കമ്മ്യൂണിസം നഷ്ടപ്പെട്ടു. ഇന്ന് അദ്ദേഹം സ്വയം ഒരു ബൂർഷ്വയാകാൻ വേണ്ടിയുള്ള രൂപഭാവത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മുഖ്യമന്ത്രിക്കൊപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയാണല്ലോ മരുമകൻ പോയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം ടൂറിസം മന്ത്രി കൂടിയാണ്. ഈ പോയ ഉല്ലാസയാത്രകളുടെയൊക്കെ സമയത്ത് ഒട്ടേറെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പോഴെങ്കിലും എങ്ങനെയാണ് ടൂറിസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടത്തെയൊക്കെ പൊതുമരാമത്ത് വകുപ്പ് എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? ഈ രണ്ടും ഇദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ സംസ്ഥാനത്ത്. അതെങ്കിലും ഒന്ന് പഠിച്ചു വന്നാൽ നന്നായിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ബോട്ട് ദുരന്തം, 22 പേർ മരണപ്പെട്ട ബോട്ട് ദുരന്തം താനൂർ, അതിൻ്റെ 1ാം വാർഷികത്തിനാണ് കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി വിദേശത്ത് പോയിരിക്കുന്നത്. ആ ദാരുണമായ ദുരന്തത്തിന്റെ ഇരകളായവർക്ക് വേണ്ടത്ര സഹായം ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു. അതിന് കാരണക്കാരായവരാരും നിയമത്തിന്റെ മുമ്പിൽ വന്നിട്ടില്ല. ആ ദുരന്തം ഏറ്റതിനേക്കാൾ വലിയ ദുരന്തമായിട്ട് കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രിയും കേരള സർക്കാരും മാറിയിരിക്കുന്ന സാഹചര്യമാണ്. എന്തിന് തിരുവനന്തപുരത്ത് ആക്കുളത്ത് തിരുവനന്തപുരത്ത് ഇതുപോലെ തന്നെ മറ്റൊരു വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരു ദുരന്തം ഉണ്ടായി. അത് നമ്മുടെ തലസ്ഥാനത്താണ് നടന്നിരിക്കുന്നത്. അത് ഈ മന്ത്രിയുടെ സംഘത്തിൻ്റെയും അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ടൂറിസം മേഖലയിലാണ് കേരളത്തിന് എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ടായിരുന്നത്. ആ സാധ്യതകളെപ്പോലും തകർക്കുന്ന ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എവിടെ പോയി കിടക്കുന്നു? പഠിക്കാൻ പോയിരിക്കുകയാണ്. ഇദ്ദേഹം എന്ത് പഠിക്കാനാ? ഈ പഠിച്ചത് കൊണ്ട് എന്താ ഈ നാടിന് ഗുണമുണ്ടാകുന്നത്? അപ്പോൾ ഇനി ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു കാര്യം അവർക്ക് രണ്ടുപേർക്കും, അമ്മായിയപ്പനും മരുമകനും വ്യക്തമായി കഴിഞ്ഞു. ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലുള്ള ഭരണമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. തർക്കമില്ലാത്ത വസ്തുത. കമ്മ്യൂണിസ്റ്റുകാർക്ക് നമ്മളെക്കാൾ ബോധ്യമുണ്ട്, പിണറായി വിജയനും മരുമകനും അതിനേക്കാൾ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന 1.5-2 വർഷം ജീവിതത്തിലെങ്കിലും കുറച്ച് സുഖമൊക്കെ അനുഭവിച്ച് ഇങ്ങനെ ഇതിൻ്റെ പച്ചപ്പിൽ നടക്കാം എന്നുള്ള മോഹം മാത്രമേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഇവർക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നു, BJP പറയുന്നു, പിണറായി വിജയൻ എവിടെ പൊക്കോട്ടെ. കമ്മ്യൂണിസം എത്ര പെട്ടെന്ന് നശിക്കുന്നു അത്ര ഈ രാജ്യത്തിന് നല്ലത്. അതൊക്കെ അതിൻ്റെ സ്വാഭാവികമായി അതൊക്കെ സംഭവിച്ചോളും. പക്ഷേ ഒരു മുഖ്യമന്ത്രി, തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി വിദേശത്ത് യാത്ര ചെയ്യുന്നത് ദുരൂഹമാകരുത്. അത് എവിടെയൊക്കെ എന്തൊക്കെ പരിപാടിയെന്ന് കേരളത്തിന് ബോധ്യം വരണം, കേരളത്തിന് അറിയിക്കണം. 1, 19 ദിവസം കേരളത്തിനൊരു മുഖ്യമന്ത്രി ഇല്ല എന്നുള്ള അവസ്ഥ, ഒരു മന്ത്രിസഭാ യോഗം പോലും കൂടാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാണ്. കേരളത്തിൻ്റെ ജനാധിപത്യം, അവർ ഇരുന്നിട്ടോ മന്ത്രിസഭാ യോഗം കൂടിയിട്ടോ എന്ത് കിട്ടുമെന്നുള്ളതല്ല വിഷയം. പക്ഷെ ഒരു ജനാധിപത്യത്തിനൊരു രീതിയുണ്ട്. ആ രീതിക്ക് അപകടമാണത്. അതുകൊണ്ട് ഇതിന് ചുമതലക്കാരെ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ചുമതലക്കാരെ നിശ്ചയിക്കാതെ പോയത് കേരളത്തിനോട് കാണിച്ച മറ്റൊരു വഞ്ചനയാണ്, യാതൊരു സംശയമില്ല. ഇനി പിണറായി വിജയൻ പോകുന്നത് അദ്ദേഹത്തിന് സ്വകാര്യമായിട്ട് എന്തുകൊണ്ടാവാം, ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലേക്കൊന്നും കടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് എന്ത് ചികിത്സ, ഏത് മരുന്ന് ഉപയോഗിക്കുന്നു, എന്താണ് അസുഖം, ആരും ചോദിക്കുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ സ്വകാര്യത. അദ്ദേഹം ആരോഗ്യവാനാകട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ അദ്ദേഹം ഇത്തരത്തിൽ സകുടുംബ സമേതം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ
അത് എവിടെ നിന്നാണ് പണം ആ. എന്ന് കേരളത്തിലോടും അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന പൊതുസമൂഹത്തിനോടും പറയാനുള്ള ഉത്തരവാദിത്വം ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള മുഖ്യമന്ത്രിക്കുണ്ട്. ഈ 3 കാര്യങ്ങൾ BJP അതിശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇത് BJP മാത്രമേ ആവശ്യപ്പെടാൻ പറ്റൂ. ഏതായാലും മുഖ്യമന്ത്രി യാത്രയൊക്കെ കഴിഞ്ഞ് വരട്ടെ കുടുംബസമേതം. അത് കഴിഞ്ഞ് ഉടൻ തന്നെ പിന്നെ ദിവസങ്ങളില്ലല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്. എന്താണ് ഒരു പ്രതീക്ഷ, എങ്ങനെയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ? ഈ കേരളത്തിലും ഇന്ത്യയിലും 444 ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇക്വേഷൻ. BJP 400, BJP NDA സഖ്യം 400 നേടും. കോൺഗ്രസ് 40-ലോ 40-ന് ചുറ്റുവട്ടത്തിലോ നിൽക്കും. ഇടതുപക്ഷം എല്ലാം കൂടി 4-ഓ 4-ന് താഴെയോ നിൽക്കും. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സമവാക്യം. ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. കേരളത്തിൽ BJP അതിനിർണായകമായ പവർ പൊളിറ്റിക്സിൽ അതിനിർണായകമായ ശക്തിയായി മാറുന്ന ദിവസമാണ് ഈ ജൂൺ 4-ാം തീയതി. യാതൊരു സംശയവുമില്ല, BJPക്ക് 1-ൽ കൂടുതൽ MP-മാരെ കേരളത്തിൽ നിന്ന് ജനം ജയിപ്പിച്ചു തരും താമര ചിഹ്നത്തിൽ. യാതൊരു സംശയമില്ല. അതുമാത്രമല്ല, BJPയുടെ തെരഞ്ഞെടുപ്പ് വോട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കുതിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിലെത്തും. ഇത് പ്രതിഫലിക്കാൻ പോകുന്നത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കോർപ്പറേഷനുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളും 100 കണക്കിന് ഗ്രാമപഞ്ചായത്തുകളും 2025 കേരളത്തിൽ BJP എത്തും, ഭരണത്തിലെത്തും. ആയിരക്കണക്കിന് വരുന്ന BJPയുടെ പ്രവർത്തകർ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായിട്ട് കേരളത്തിൽ മാറുന്ന വർഷമാണ് 2025. 2026 കേരളം ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ വീറുറ്റ പ്രതിപക്ഷമായിട്ട് നിയമസഭയ്ക്കകത്ത് മാറുന്നത് BJP ആയിരിക്കും. പിന്നെ കേരളം BJP ആണ്. പിന്നെ കേരളത്തിൽ ഇന്ന് ഇന്ത്യയിലുള്ളതുപോലെ കേരളത്തിലും BJP ആയിരിക്കും കേരളത്തിൽ അധികാര സ്ഥാനങ്ങൾ നിശ്ചയിക്കുക. BJP ആയിരിക്കും കേരളത്തിൻ്റെ ഭാവി നിശ്ചയിക്കുക. BJP ആയിരിക്കും കേരളത്തിൻ്റെ തലമുറയുടെ ഭാഗതയെ നിശ്ചയിക്കുക. ആ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സുദിനമാണ് ഈ വരുന്ന ജൂൺ 4. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രിയും കുടുംബവും, ഇപ്പോൾ ഒരു പേരുണ്ടല്ലോ മുഖ്യമന്ത്രി എന്ന പേര്, പാർട്ടിയുമുണ്ട്, അപ്പോൾ തന്നെ പോയി വരാം എന്ന് കരുതിയായിരിക്കും പോയത്. പോയി വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഒപ്പം റിസൾട്ട് എങ്ങനെ വരുന്നു എന്നും നോക്കാം. വളരെയധികം നന്ദി. നന്ദി.